ഹലോ നമസ്കാരം, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ വീഡിയോ ചെയ്യണം, ഡെയിലി ഒരാളെ വെച്ചെങ്കിലും സഹായിക്കണം, ഓരോ ട്രിപ്പും ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം. ഫ്രീ യൂബർ റൈഡർ എന്ന പേരിൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ ഇന്ന് 5-6 ട്രിപ്പ് അടിച്ച്, പക്ഷേ എല്ലാം വ്യത്യസ്തമായ ഓട്ടങ്ങളായിരുന്നു. അപ്പോൾ അർഹതപ്പെട്ട ഒരു ഓട്ടം എനിക്ക് 6ാമത്തെ ട്രിപ്പിനാണ് ഞാൻ അടിച്ചത്, റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നിന്നും എറണാകുളം. അപ്പോൾ അവിടെ നിന്ന് ആലുവയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയാണ്. ആലുവ കുന്നത്തേരി കളമശ്ശേരി കൈപ്പടമുകൾ എന്ന സ്ഥലത്തേക്കായിരുന്നു ആദ്യ ട്രിപ്പ്. 7 ദിവസമായിട്ട് കീമോയിലായിരുന്നു എറണാകുളത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നേരെ വീട്ടിൽ കൊണ്ടാക്കാൻ നമുക്കാണ് ട്രിപ്പ് അടിച്ചത്. അപ്പം ഒരുപാട് സന്തോഷം, ആദ്യമായിട്ട് ട്രിപ്പ് അടിച്ചിട്ട്. ഇക്കായെ അതും ഇക്കയുടെ സാഹചര്യം അങ്ങനെയാണ്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, പക്ഷേ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇക്കായും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ആലുവയിൽ. ഇപ്പം അവർ തിരുവനന്തപുരത്തായിരുന്നു കുറേ ദിവസങ്ങളോളം. ഇപ്പം എറണാകുളത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ 7 ദിവസത്തെ കീമോ കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിസാറിക്ക, ആലുവയിലുള്ള നിസാറിക്കയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ആദ്യത്തെ ട്രിപ്പ്. നിസാറിക്കല്ല, സുബൈറിക്കയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ആദ്യത്തെ ട്രിപ്പ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇതുപോലെ ഇനിയും നല്ല വീഡിയോകളുമായിട്ട് വരും. ഇക്കാൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല, സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കാം. അദ്ദേഹത്തിൻ്റെ തന്നെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ താഴെയോ കൊടുക്കുന്നതായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് സഹായം എത്തിക്കാം. എന്തായാലും എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു ഇത്. ആദ്യമായിട്ട് ഞാൻ സഹായിക്കുന്ന ആളാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ ആരും ഞാൻ സഹായിച്ചിട്ടില്ല. മീൻസ് നമുക്കോരോ പ്രായമാകുമ്പോഴല്ലോ നമുക്ക് ഓരോ തിരിച്ചറിവുണ്ടാവുക. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ലൈഫായിരുന്നു, ഒരു പ്രത്യേക മൈൻഡിൽ ജീവിച്ചു. ഇപ്പോൾ എന്തായാലും എനിക്കും ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. പലരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട്. അത് വീഡിയോയ്ക്ക് വേണ്ടിയോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും അല്ല കേട്ടോ. ജീവിതത്തിൽ നിന്ന് അനുഭവപ്പെട്ട പാഠങ്ങൾ കൊണ്ട് ഇപ്പം 41 വയസ്സായി. അപ്പം നമ്മുടെ ചെറുപ്രായത്തിൽ നമുക്ക് പല പല സ്വഭാവങ്ങളും ക്യാരക്ടറുകളും ഒക്കെ ആയിരിക്കും, പല ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും. ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം നിലവാരങ്ങൾ മാറുന്നത്. അപ്പോൾ എനിക്കും എൻ്റെ ലൈഫിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി.